നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്. 10th പ്രിലിംസിന് SCRT ബേസ്ഡ് റിവിഷൻ പ്ലസ് PYQs ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം ഈ ഒരു മൊഡ്യൂളാണ് വരുന്നത്. ജനറൽ പേപ്പറിൽ 10 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ SCRTയിൽ നിന്നുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സും കുറച്ച് നോക്കും. ആൻഡ് ഇൻ ദ എൻഡ് ഓഫ് ദ വീഡിയോ നമ്മൾ PYQസും നോക്കും. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നോക്കാട്ടോ. ഇത് വരുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. പിന്നെ +1 +2 ടെക്സ്റ്റിലാണ് കുറേ ഉള്ളത്. പക്ഷെ 10th ലെവൽ ആയതുകൊണ്ട് അതിൽ നിന്ന് അധികം റെഫർ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. ശരിക്കും റൈറ്റ്സ് എന്ന് പറയുമ്പം അവകാശങ്ങൾ 2 തരത്തിലുണ്ട്. മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും. അതിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് സാർവത്രികമായിട്ടും യൂണിവേഴ്സലായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ ഉള്ള ബേസിക് റൈറ്റ്സ് ആണ്. ഇപ്പം റൈറ്റ് ടു ഷെൽട്ടർ അല്ലെങ്കിൽ റൈറ്റ് ടു ക്ലീൻ വാട്ടർ, അതൊക്കെ എന്താണ്? മനുഷ്യാവകാശങ്ങളാണ്. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് മൗലികാവകാശങ്ങളെ പറ്റിയിട്ടാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അതെന്താ പറയുന്നത്? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അപ്പം അതത് രാഷ്ട്രങ്ങൾ അവരവരുടെ ഓരോ കൺട്രീസിലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെ ഭരണഘടനയിൽ ഇപ്പൊ നിലവിൽ 6 മൗലിക അവകാശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് എന്ത്? മൗലിക അവകാശങ്ങൾ. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ മൗലിക അവകാശങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ളത്? ഭാഗം 3-ലാണ്. ഭാഗം 3-ലാണ് എന്ത് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ഉള്ളത്. ഇനി ഇതല്ലാതെ സാധാരണ നിയമങ്ങൾ വഴി ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, സ്ത്രീധന നിരോധന നിയമം അല്ലെങ്കിൽ നമ്മൾ പോക്സോ ആക്ട് അല്ലെ. അപ്പം അതൊക്കെ വഴി എന്താണ്? അവകാശങ്ങളെ സംരക്ഷിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനുള്ള സംരക്ഷണം കൊടുക്കുന്നത് സാധാരണ നിയമങ്ങളാണ്, ഓർഡിനറി ലോസ്. അതല്ലാതെ മൗലിക അവകാശങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ അതിന് ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടനയുടെ സംരക്ഷണയിലാണ് ഈ 6 മൗലിക അവകാശങ്ങൾ ഉള്ളതെന്ന് ഓർക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇത് നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വം. അപ്പം ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അതാണ് ഇവിടെ പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരായിരിക്കണം. നമുക്ക് പൈസ ഉണ്ടോ, അതോ പാവപ്പെട്ടവനാണോ, അല്ലെങ്കിൽ വലിയ അധികാരവും പദവിയുള്ള ആളാണോ, അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ശരിക്കും നിയമം ഇവിടെ നടപ്പിലാക്കേണ്ടത്. അപ്പം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം. അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യമായ നിയമ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നു. ഇനി ആർട്ടിക്കിൾ 15 റൈറ്റ് അഗെയിൻസ്റ്റ് എന്താണ്? ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെയുള്ളതാണ്. വിവേചന നിരോധനം. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് വിലക്കുന്നു. അപ്പൊ ആരെയും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, ഇത് മതം, വംശം, ജാതി, ലിംഗം പറഞ്ഞിട്ടൊന്നും ഒരു തരത്തിലുള്ള വിവേചനത്തിനും വിധേയരാക്കരുത്. ഇനി ആർട്ടിക്കിൾ 16 പൊതുമേഖലാ ജോലികളിൽ തുല്യ അവസരം, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കുന്നു. അപ്പം എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ വേണം ജോലിയിലേക്ക് എത്താനും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റിസർവേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം ഇങ്ങനൊരു തുല്യ അവസരം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ആർട്ടിക്കിൾ 17 ഐത്തൊഴിവാക്കൽ, അൺടച്ചബിലിറ്റിന്റെ പ്രൊഹിബിഷൻ. അപ്പൊ ഐത്ത് ആചാരം പൂർണ്ണമായിട്ടും നിരോധിക്കുകയും അത് ശിക്ഷാർഹമായ കുറ്റമാക്കുകയും ചെയ്യുന്നു. ഇനി ആർട്ടിക്കിൾ 18 പദവി പേരുകൾ നിർത്തലാക്കൽ. സൈനിക വിദ്യാഭ്യാസ ബഹുമതികൾ ഒഴികെയുള്ള എല്ലാ രാജകീയ പ്രത്യേക പദവി പേരുകളും നിർത്തലാക്കുന്നു. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് പേരിന്റെ മുമ്പിൽ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രിഫിക്സോ സഫിക്സോ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ച് നേടിയ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബഹുമതികൾ. ഇപ്പം ഡോക്ടറേറ്റ് എടുത്തു, അപ്പൊ PhD എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ, അത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സൈനിക ബഹുമതികൾ എന്താണ്? ഇപ്പൊ ക്യാപ്റ്റൻ
അല്ലെങ്കിൽ കേണൽ, മേജർ എന്നൊക്കെ പറയുന്ന സൈനിക ടൈറ്റിലുകൾ ഉണ്ടല്ലോ, ആ ഒരു മിലിറ്ററി ടൈറ്റിൽസ് നമുക്ക് ഒഫീഷ്യലി ആഡ് ചെയ്യാം. അതല്ലാതെ മറ്റ് രാജകീയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക പദവി പേരുകൾ പേരിന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ആയിരുന്നു നമ്മുടെ പത്മശ്രീ, പത്മഭൂഷൺ അങ്ങനെയുള്ള ഓണേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് പേരിന്റെ കൂടെ ആഡ് ചെയ്യാമോ എന്നുള്ളതൊരു കോൺട്രവേഴ്സി ആയിട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ്. അപ്പൊ അതിൽ കോടതിന്റെ വ്യൂ എന്താന്ന് വെച്ചാല് അതൊരു ഓണറാണ്, അതൊരു എന്താണ് ഒരു അവാർഡ് പോലെ കൊടുക്കുന്നതാണ്, അത് ടൈറ്റിലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ സംഭവങ്ങളൊന്നും ഒഫീഷ്യലി ഒരു ടൈറ്റിലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഇത് പറയുന്നത്. മെയിൻലി ഈ 6 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19(1)(b) സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1)(c) സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 19(1)(d) ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 19(1)(e) ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 19(1)(g) ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഇതിൽ എഫ് നമ്മൾ മിസ് ഔട്ട് ആയി പോയില്ലേ. എഫ് എന്താന്ന് വെച്ചാൽ ഇതാണ് ആർട്ടിക്കിൾ 1(f) സ്വത്തവകാശം. അത് 44-ാം ഭേദഗതി വഴി മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ആർട്ടിക്കിൾ ബേസിസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് PDF എടുത്തൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പറയാൻ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്വാതന്ത്ര്യപൂർവ്വം സഞ്ചരിക്കാൻ, ഇന്ത്യയിൽ എവിടെയും പൈസ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് താമസിക്കാൻ, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ, ആ ഒരു അവകാശം, ആ അവകാശങ്ങളൊക്കെ നമുക്ക് തരുന്നത് ആർട്ടിക്കിൾ 19 ഇനി ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇപ്പം എമർജൻസി പീരീഡ് ഒക്കെ വരുന്ന സമയത്ത് ഇതിനൊക്കെ വെള്ളം എന്ത് ചെയ്യാം, കർഫ്യൂ ഏർപ്പെടുത്താം അല്ലെ. അപ്പം എപ്പോഴും നല്ല, അതായത് എന്തെങ്കിലും അത്രയും നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പം അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ വരുമ്പം ഈ പറഞ്ഞ അവകാശങ്ങൾക്ക് മേലെ ഒരു പക്ഷേ കർഫ്യൂ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം. ഒരു കുറ്റത്തിന് ഒരാളെ ഒരു തവണയിൽ കൂടുതൽ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ സ്വന്തം താല്പര്യത്തിന് വിരുദ്ധമായി കോടതിയിൽ സാക്ഷി പറയാൻ നിർബന്ധിക്കരുത്. പിന്നെ കുറ്റം ചെയ്യുമ്പോൾ നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ ശിക്ഷിക്കാവൂ. പണ്ട് ഇതൊരു ക്രൈം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് ചെയ്യുന്ന ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഒന്നിൽ കൂടുതൽ തവണയും അയാളെ ചെയ്ത തെറ്റിന് ശിക്ഷിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെയാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ കവർന്നെടുക്കാൻ പാടില്ല. ഇതിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശവും ഉൾപ്പെടുന്നു. അപ്പൊ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും, പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടും അല്ലേ. ഇപ്പം ഈ അടുത്തായിട്ട് റൈറ്റ് ടു ഇന്റർനെറ്റ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, അത് ഈ ഒരാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിയമപരമായിട്ടല്ലാതെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21(a) വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. 2002 86-ാം ഭേദഗതി പ്രകാരമാണ് ഇത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21(a). ഇനി ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം. ഇപ്പൊ പണ്ടത്തെ റൗലറ്റ് ആക്ട് പോലെ സംശയം തോന്നുന്ന അവരെയൊക്കെ പിടിച്ച് നമുക്ക് കൊണ്ടുപോയി ജയിലിടാൻ പറ്റില്ല. ഇപ്പം UAPA ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് പ്രോപ്പറായിട്ട് എന്ത് വേണം, വാറന്റും കാര്യങ്ങളും ഒക്കെ വേണം. അതുപോലെ അതിൻ്റെതായിട്ടുള്ള നിയമ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ചാലേ ഒരാളെ അറസ്റ്റ് ചെയ്യാനും അയാളെ തടവിൽ വെക്കാനും പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അതിന്റെ കാരണം അറിയാൻ അവകാശമുണ്ട്. ഇഷ്ടമുള്ള വക്കീലിനെ കാണാം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹത്തിന് ഹാജരാക്കണം. ഇനി ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിലും നിരോധിക്കും. മനുഷ്യക്കടത്ത്, വേശ്യാവൃത്തി, ശമ്പളം നൽകാതെയുള്ള നിർബന്ധിത തൊഴിൽ, ഫോഴ്സ്ഡ് ലേബർ, ബെഗാർ എന്നിവ നിരോധിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ മറ്റ് അപകടകരമായ ജോലികളിലോ ഏർപ്പെടുത്തുന്നത് തടയുന്നു. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് നോക്കാം.
2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. പിന്നെ ഇവിടെ ചൂഷണത്തിനെതിരായ അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം. ഏതൊരു വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് ആർട്ടിക്കിൾ 25 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അവയുടെ ഭരണം സ്വന്തമായി നടത്താനുമുള്ള അവകാശം. 27 എന്താ പറയുന്നത്? മതപ്രചാരണത്തിനുള്ള നികുതി ഒഴിവാക്കൽ, ടാക്സ് ഒഴിവാക്കുക. അപ്പൊ ഒരു പ്രത്യേക മതത്തിന്റെ വളർച്ചയ്ക്കായി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതബോധന സ്വാതന്ത്ര്യം. പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാലയങ്ങളിൽ മതപഠനം നടത്താൻ പാടില്ല. അപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ നമുക്ക് മതപഠനം നടത്താൻ പാടില്ല. നേരെ മറിച്ച് എയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ മൈനോറിറ്റി സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പം കാറ്റിസം ക്ലാസ്സോ അല്ലെങ്കിൽ മദ്രസയിലെ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ അവർക്ക് അവിടെ അഡീഷണൽ ആയിട്ട് കൊടുക്കാം. പക്ഷെ പൂർണ്ണമായിട്ടും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാലയങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ മതപഠനം അല്ലെങ്കിൽ മതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസോ കാര്യങ്ങളോ ഒന്നും നടത്താൻ പാടില്ല. ഇനി ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണം. ഏതൊരു വിഭാഗത്തിനും അവരുടെ തനതായ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 29 പ്രകാരം ട്ടോ. ഇനി ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം. മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാം. കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഇതിലൂടെയാണ്. അതായത് നമ്മൾ ഈ മേൽ പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം? നേരിട്ട് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പറ്റും. അപ്പം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണ്. അത് നമുക്ക് സുപ്രീം കോടതിനെയോ ഹൈക്കോടതിനെയോ സമീപിച്ച് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ അതിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 32. അതിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ടല്ലോ, അതിന്റെ ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞല്ലോ. അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ബേസിസിൽ നിയന്ത്രണങ്ങളുണ്ട്. അത് എന്താണെന്ന് SCRTയിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മേൽ പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. എന്തൊക്കെയാണ്? പൊതുക്രമം, അതുപോലെ ആരോഗ്യം, ധാർമ്മികത. ഈ 3 ബേസിസിലും എന്തുണ്ടാവും? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ മേലിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മൈനോറിറ്റീസിനെ പറ്റി പറഞ്ഞു അല്ലെ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ ആരാണ് ഈ ന്യൂനപക്ഷങ്ങൾ? നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക വിഭാഗം, മേ ബി ഒരു പ്രത്യേക മതം ഫോളോ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം. അവര് ഇൻ ടേംസ് ഓഫ് നമ്പർ അവർ കുറവായിരിക്കും, അവരുടെ അംഗസംഖ്യ വളരെ കുറവായിരിക്കും. അപ്പം ആരാണ്? രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 32 പറഞ്ഞപ്പം അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും അത് പുനഃസ്ഥാപിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതിന് അനുച്ഛേദം 32 ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും അതുപോലെ അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും? റിട്ടുകൾ പുറപ്പെടുവിക്കും. എന്താണ് ഈ റിട്ടുകൾ? അത് നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. അപ്പൊ എന്താണ് ഈ നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഈ ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. അപ്പൊ അതും ഓർത്തിരിക്കുക, അതും മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആർട്ടിക്കിൾ 32 എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി പറഞ്ഞ റിട്ടുകൾ മെയിൻലി 5 തരം റിട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പല എക്സാംസിനും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാണ്ട് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുള്ള കോടതി ഉത്തരവാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. ഇനി മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ് എന്നാണ് വരുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ
പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഇനി പ്രൊഹിബിഷൻ, തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നതിന് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി കോ വാറണ്ടോ, ബൈ വാട്ട് അതോറിറ്റി എന്നൊക്കെയാണ് ചോദിക്കുക. കോ വാറണ്ടോ, അവർക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് ഒരു ഓഫീസർ ഇരിക്കുകയാണെങ്കിൽ അതിനെ തടയുന്നതാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറണ്ടോ. സെർഷ്വറി, സെർഷ്വറി എന്താ, ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് എന്ത്, സെർഷ്വറി. അപ്പൊ ഇത് അഞ്ചും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാ കേട്ടോ. ഇനി അടുത്തത് 10th വരെയുള്ള SCRT അധികം മെൻഷൻ ചെയ്തിട്ടില്ല, അതുപോലെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് PYQസിലും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ ഒരു 3 ആർട്ടിക്കിളും കൂടെ വായിച്ചു പോവാ കേട്ടോ. ആർട്ടിക്കിൾ 33, സൈന്യം, പോലീസ് എന്നിവരുടെ മൗലികാവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ പാർലമെന്റിനുള്ള അധികാരം. അതുപോലെ ആർട്ടിക്കിൾ 34, മാർഷൽ ലോ, സൈനിക നിയമം നിലവിലുള്ള സ്ഥലങ്ങളിലെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 34. ഇനി ആർട്ടിക്കിൾ 35, ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളൊക്കെ നടപ്പിലാക്കാൻ നിയമങ്ങൾ വേണ്ടേ, ആ നിയമങ്ങൾ ആരാ നിർമ്മിക്കുന്നത്, പാർലമെന്റ് ആണ്. അപ്പൊ ആ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തിനെ പറ്റി പറയുന്നതാണ്. അടുത്തത് മൗലിക കർത്തവ്യങ്ങളാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പം ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് 42ാം ഭേദഗതി പ്രകാരമാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുതിയ ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, 1976 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് 42ാം ഭേദഗതിയുടെ ഭാഗമായിട്ട് ഈ ഒരു മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന സംഭവം കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തിട്ടുള്ളത്. ഭാഗം 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, 76 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി, 42ാം ഭേദഗതി, പിന്നെ പാർട്ട് 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പം നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഇത് നിലവിൽ കൊണ്ടുവന്ന സമയത്ത് എന്തായിരുന്നു, 10 കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. 11ാമത്തത് 2002 86ാം ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് 11 ഡ്യൂട്ടീസ്, 11 കർത്തവ്യങ്ങൾ ഏതാണെന്നൊന്ന് നോക്കാം. അപ്പൊ നമുക്കിനി ആ 11 മൗലിക കർത്തവ്യങ്ങൾ ഏതാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരും, ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഏതാണ് ഉൾപ്പെടാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ഏതൊക്കെയാണ് ഈ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിലും ഒരു കാണുമ്പം അറിയണം ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് അല്ലെങ്കിൽ ഇതിൽ പെടാത്തതാണെന്ന് കാണുമ്പോൾ വായിച്ചാൽ അറിയണം. അപ്പം 1, ഭരണഘടനയോടുള്ള ആദരവ്. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. 2, സ്വാതന്ത്ര്യ സമര ആദർശങ്ങൾ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ ഉദാത്തമായ ആശയങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3, പരമാധികാരവും ഐക്യവും. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. 4, ദേശീയ സേവനം. രാജ്യത്തെ പ്രതിരോധിക്കാനും ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ രാജ്യത്തിന് സേവനം അനുഷ്ഠിക്കാനും തയ്യാറാവുക. 5, സൗഹാർദ്ദം. മതപരവും ഭാഷാപരവും പ്രാദേശികമോ വിഭാഗീയമോ ആയ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സാഹോദര്യവും യോജിപ്പും വളർത്തുക. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിലാണ് വരുന്നത് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണോ എന്ന് ഉള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റിലും പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി സാംസ്കാരിക പൈതൃകം. നമ്മുടെ സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. പരിസ്ഥിതി സംരക്ഷണം. വനങ്ങൾ, നദികൾ, തടാകങ്ങൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുക. ശാസ്ത്രീയ ബോധം. ശാസ്ത്രീയമായ മനോഭാവം, മാനവികത, അന്വേഷണത്വര, പരിഷ്കരണ ബോധം എന്നിവ വളർത്തിയെടുക്കുക. ഇതും പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇനി പൊതുമുതൽ സംരക്ഷണം. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ വെടിയുകയും ചെയ്യുക. മികവിലേക്കുള്ള പ്രവർത്തനം.
രാഷ്ട്രം നിരന്തരം ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതിനായി വ്യക്തിഗതവും കൂട്ടായതുമായ എല്ലാ പ്രവർത്തന മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കുക. ഈ ഒരു 10ാമത്തെ പോയിന്റും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി വിദ്യാഭ്യാസത്തിനുള്ള അവസരം. 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുക. ഇതാണ് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 കൂട്ടിച്ചേർത്തത്. അപ്പൊ ഇതാണ് പുതിയതായിട്ട് 2002 കൂട്ടിച്ചേർത്തത്. അതിനു മുമ്പ് 10 ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് DPSP ആണ്, നിർദ്ദേശക തത്വങ്ങൾ. ഇത് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല. സിലബസിൽ എന്താണ് മൗലിക കടമകളും അതുപോലെ തന്നെ ഡ്യൂട്ടീസും ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും വായിച്ചിട്ട് പോവാം. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 അടങ്ങിയിട്ടുള്ളത്. അനുച്ഛേദം 36 മുതൽ 51 വരെയാണുള്ളത് കേട്ടോ. ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. അതായത് ഈ നിർദ്ദേശക തത്വങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ അല്ല. അതൊരു അവകാശമായിട്ട് നമുക്ക് കോടതിയിൽ ചെന്ന് നമുക്ക് നേടിയെടുക്കാനോ അല്ലെങ്കിൽ വാദിച്ച് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല, സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് ഈ നിർദ്ദേശങ്ങളെ ഗവൺമെന്റിന് അവർ പുതിയ പോളിസീസോ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പം ഇത് റെഫർ ചെയ്ത് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പോളിസീസും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ എന്നുള്ളത് ഒരു നിർദ്ദേശക തത്വമായിരുന്നു. അത് 86ാം ഭേദഗതിയിൽ നമ്മൾ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ഒരു നിയമമായിട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു അവകാശമായിട്ട് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ആശയങ്ങളെ എടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് DPSPന്റെ കാര്യം. അപ്പോ ഇവിടെ അതിന്റെ ലക്ഷ്യം പറയുന്നുണ്ട്, ഒരു ക്ഷേമ രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് DPSPനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ DPSPനെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്, അതായത് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിബറൽ ആശയങ്ങൾ, ഉദാര ആശയങ്ങൾ, അതുപോലെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻസും കൂടെ അറിഞ്ഞിരിക്കാം. ഇനി ഇത് ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിൻലി ഇതാണ് ഇപ്പൊ SCRTയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള DPSPകളുടെ ഈ പോയിന്റ്സിന്റെ ആർട്ടിക്കിളുകൾ എന്തായാലും പഠിച്ചിരിക്കുക എന്നുള്ളതാ. ബാക്കിയുള്ളതൊക്കെ വായിച്ചു പോയാൽ മതി. ഞാൻ ഇതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഉദാര ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ എന്താണ്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, ആർട്ടിക്കിൾ 51 വരുന്നത്. ഇനി പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, യൂണിഫോം സിവിൽ കോഡ്, ആർട്ടിക്കിൾ 44 വരുന്നത്. പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ഇനി തുല്യനീതിയും സൗജന്യ നിയമസഹായവും, ആർട്ടിക്കിൾ 39A. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, ആർട്ടിക്കിൾ 45. പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം, ആർട്ടിക്കിൾ 48. സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് വരുമ്പം തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം ഏതാണ്, ആർട്ടിക്കിൾ 43 വരുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, ആർട്ടിക്കിൾ 39D. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, ആർട്ടിക്കിൾ 43A. ഇനി ആർട്ടിക്കിൾ 41 തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. 42 നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഇനി ഗാന്ധിയൻ ആശയങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, ആർട്ടിക്കിൾ 40. 43 കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക. 48 കൃഷിയും മൃഗസംരക്ഷണവും. 47 ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം, ആർട്ടിക്കിൾ 46. അപ്പൊ ഇതിൽ തന്നെ ചില ആർട്ടിക്കിൾസ് ഉദാര ആശയങ്ങളിലും ഗാന്ധിയനിലും വരും, അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരാറുണ്ട്. പക്ഷെ എന്നാലും ഇത് ബേസിക് ആയിട്ട് ഇത് SCRTയിൽ കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് ഇത്രയും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ, അവകാശങ്ങളും കടമകളും എന്ന് വരുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം തുടങ്ങിയ സംഭവങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത്രയും നോക്കാം. നമുക്കപ്പോൾ ദേശീയ പതാകയിൽ നിന്ന് തന്നെ തുടങ്ങാം. നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ ആണ് കേട്ടോ. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശ് സ്വദേശിയായിരുന്നു അദ്ദേഹം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഡിസൈൻഡ് ബൈ സുരയ്യ ത്യാബജി എന്ന് കാണാം. അപ്പൊ അത് കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. എന്ന് വെച്ചാൽ പിംഗലി വെങ്കയ്യാണ് ഇതിന്റെ പ്രൈമറി ഡിസൈൻ ചെയ്തത്. അദ്ദേഹം ഡിസൈൻ ചെയ്തപ്പം എന്തായിരുന്നു വെച്ചാൽ ഇവിടെ ഈ അശോക ചക്രത്തിന് പകരം അദ്ദേഹം ചെയ്തതിൽ ചർക്കയായിരുന്നു.
ചർക്കയായിരുന്നു. പിന്നെ അതിനെ റിഫൈൻ ചെയ്യാണ് സുരയ്യ ത്യാബ്ജി ചെയ്തത്. അപ്പൊ ഈ ഫൈനൽ ഡിസൈനിൽ ചർക്ക മാറ്റി ഇവിടെ അശോക ചക്രം വെച്ചതാണ് സുരയ്യ ത്യാബ്ജി ചെയ്തത്. പിന്നെ അതുപോലെ ഒന്ന് റിഫൈൻ ചെയ്തു. പക്ഷെ രൂപകൽപ്പന പ്രാഥമികമായിട്ടും ചെയ്തത് ആരാണെന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിങ്കളി വെങ്കയ്യ തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഫ്ലാഗിനെ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 ഈ ഒരു ദേശീയ പതാകയായിട്ട് ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 റേഷ്യോയിലാണ്. നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ഇനി ഈ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് കുങ്കുമം സാഫ്രോൺ എന്തിനെ സൂചിപ്പിക്കുന്നത്? ധീരത, ത്യാഗം. വെള്ള സമാധാനം, സത്യം. പച്ച സമൃദ്ധി, വിശ്വാസം. ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ നടുക്കുള്ള അശോക ചക്രം, പതാകയുടെ മധ്യത്തിലുള്ള നേവി ബ്ലൂ നിറത്തിലുള്ള ചക്രം 24 ആരങ്ങളുണ്ട്, 24 സ്പോക്സ് ഉണ്ട്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ധർമ്മചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അശോകന്റെ സാരനാഥ് സ്തൂപത്തിൽ നിന്നാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ദേശീയ പതാകയെ പറ്റിയിട്ട്. ഇനി ദേശീയ ഗാനം, നാഷണൽ ആന്തം. നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ദേശീയ ഗീതവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത് കേട്ടോ. കുറെ പേർക്ക് ഗീതവും ഗാനവും കാണുമ്പോൾ മാറി മാറി തെറ്റാറുണ്ട്. അപ്പൊ ദേശീയ ഗാനം ജനഗണമനയാണ്, ദേശീയ ഗീതം വന്ദേമാതരാണ്. ഇനി ദേശീയഗാനം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ ഭാരതോ ഭാഗ്യോ വിധാത എന്ന് പറയുന്ന ബംഗാളി ഭാഷയിലുള്ള കവിതയാണ് ഇത് ആക്ച്വലി ദേശീയഗാനമായിട്ടുള്ളത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിച്ചത് 1950 ജനുവരി 24 ആദ്യമായിട്ട് ഇത് ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ്. അപ്പൊ 1911 കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട്. ഇനി രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരളാ ദേവി ചൗധരാണിയുടെ നേതൃത്വത്തിൽ ഒരു ഗായിക സംഘമാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. ആരാ? സരളാ ദേവി ചൗധരാണിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം. ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ് ആണ്. ചുരുക്കിയ രൂപം ആലപിക്കാൻ 20 സെക്കൻഡ് എടുക്കും. ഇനി ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് ആരാണ്? ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ 1919 പരിഭാഷപ്പെടുത്തിയത്. സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ദേശീയ ഗീതം പറയുമ്പോൾ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ എന്നും പറയും. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ വന്ദേ മാതരം എന്ന സോങ് എടുത്തിട്ടുള്ളത്. ഇതും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് സെയിം ഡേറ്റിലാണ് 1950 ജനുവരി 24. ദേശീയഗാനത്തിന് തുല്യമായ പദവിയോടെ തന്നെയാണ് ദേശീയ ഗീതത്തിനെയും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ആലപിച്ചത് 1896 കൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചിട്ട് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ നോക്ക്, രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനത്തിന്റെ രചയിതാവാണ്. അതുപോലെ തന്നെ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയി പോകരുത്. ഇനി ഭാഷ സംസ്കൃതം കലർന്ന ബംഗാളിയാണ്. ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയിരിക്കുന്നത് ശ്രീ അരബിന്ദോ ഘോഷാണ് കേട്ടോ. ഇനി ദേശീയ മുദ്ര, നാഷണൽ എംബ്ലം നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ നാഷണൽ എംബ്ലം അല്ലെ, കണ്ടിട്ടുണ്ടാവും. ദേശീയ മുദ്രയുടെ ഉറവിടം ഉത്തർപ്രദേശിലെ സാർനാഥിലുള്ള അശോക സ്തൂപം, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക, അതിൽ നിന്നാണ് ഈ ഒരു എംബ്ലം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഗവൺമെന്റ് എന്നാണ് ഈ ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചത്? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം. അപ്പൊ മറ്റേത് രണ്ടും 1950 ജനുവരി 24 ഓർക്കുക. ദേശീയ മുദ്രയാണ് 26 അഡോപ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി അതിൽ കാണാൻ കഴിയുന്ന മൃഗങ്ങൾ ഏതൊക്കെ? സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ടും ചോദിച്ചിട്ടുണ്ട്. 4 സിംഹങ്ങളുണ്ട്. അപ്പം ഇവിടെ നമുക്ക് മുന്നിൽ 3 കാണാൻ പറ്റുള്ളൂ, 1 പുറകിലുണ്ട്. അപ്പൊ 4 സിംഹങ്ങൾ. പിന്നെ താഴെയുള്ള പീഠത്തിൽ, അതിന് അബാക്കസ് എന്നാണ് പറയുക, ഈ ഒരു പീഠത്തില് ആന, കുതിര, കാള, സിംഹം എന്നിവയുടെ ചിത്രങ്ങളുണ്ട്. നമുക്കിവിടെ കാണാല്ലേ, നമുക്കിവിടെ കുതിരേനെയും കാളേനെയും കാണാം, പിന്നെ ആനയൊക്കെ അപ്പുറത്തുണ്ട്. ഇനി ദേശീയ വാചകം സത്യമേവ ജയതേ, സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ വാചകം ദേവനാഗരി ലിപിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വാചകം എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് കേട്ടോ. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നാഷണലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സിംബൽസ്, അതുപോലെ ദേശീയ മൃഗം, പക്ഷി എന്നിവ ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകളും ജസ്റ്റ് ഒന്ന് ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ദേശീയ മൃഗം നമുക്കറിയാം അല്ലെ, ബംഗാൾ കടുവയാണ്. അതിന്റെ സയന്റിഫിക് നെയിം പാന്തറ ടൈഗ്രിസ് ആണ്. 1973 പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് സിംഹമായിരുന്നു ദേശീയ മൃഗം. ദേശീയ പക്ഷി മയില്, പാവോ ക്രിസ്റ്റേറ്റസ് ആണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. ഇനി 1963 പ്രഖ്യാപിച്ചത്. ദേശീയ വൃക്ഷം പേരാലാണ്.
ഫീക്കസ് ബാങ്കലൻസിസ് എന്നാണ് അതിനറിയപ്പെടുന്നത് സയന്റിഫിക് നെയിം. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് പേരാല്. ഇനി ദേശീയ പുഷ്പം താമര. ഇത് PYQ ആണ് കേട്ടോ, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. താമരയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിലുംബോ ന്യൂസിഫറ എന്നാണ് സയന്റിഫിക് നെയിം. വിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ദേശീയ ഫലം മാമ്പഴം, മാഞ്ചിഫറ ഇൻഡിക്ക, ഫലങ്ങളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നു. ദേശീയ നദി ഗംഗയാണ്. 2008 നവംബർ 4 ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ദേശീയ ജലജീവി ഗാൻജറ്റിക് ഡോൾഫിൻ ആണ്, ഗംഗാ ഡോൾഫിൻ. പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നാണ് സയന്റിഫിക് നെയിം. 2009 പ്രഖ്യാപിക്കുന്നത്, 2009 ഒക്ടോബറിൽ. ദേശീയ പൈതൃക മൃഗം ഇന്ത്യൻ ആനയാണ്, ഇന്ത്യൻ എലഫന്റ്. 2010 ഒക്ടോബറിൽ പ്രഖ്യാപിച്ചു. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ ആണ് കേട്ടോ. 1957 മാർച്ച് 22 അംഗീകരിച്ചു. ഇതിന്റെ ആദ്യ മാസം എന്ന് പറയുന്നത്, ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രമാസമാണ്. ഇനി ദേശീയ കറൻസി ഏതാണ്? ഇന്ത്യൻ റുപ്പിയാണ്. ഇന്ത്യൻ റുപ്പി ഡിസൈൻ ചെയ്തത് ആരാണ്? D ഉദയകുമാർ ആണ്, 2010 ജൂലൈ 15. ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ്. തെലുങ്കിൽ തയ്യാറാക്കിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കാട്ടോ. ഇന്ത്യൻ കറൻസി ഡിസൈൻ ചെയ്തത് D ഉദയകുമാർ. അതുപോലെ ദേശീയ പ്രതിജ്ഞ ആരാണ് തയ്യാറാക്കിയത്? പൈതിമാരി വെങ്കട സുബ്ബറാവു. അതും ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകൾ. അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 4th മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഏരിയാസ് മൊത്തം നമ്മൾ കവർ ചെയ്ത് കഴിയും കേട്ടോ. അപ്പൊ നമ്മൾ റെഫറൻസ് എടുത്തിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിന്നാണ്. പിന്നെ വേറെ 1-2 ചാപ്റ്റേഴ്സും കൂടെ ജസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷനും മാത്രമല്ല, വേറെ വനിതാ കമ്മീഷൻ അതുപോലെ SC/ST കമ്മീഷനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അപ്പൊ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞ്, അതായത് ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യം നോക്കാം കേട്ടോ. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ എപ്പോഴാണ്? 1993 ഒക്ടോബർ 12 കേട്ടോ. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. അപ്പം ആ അധ്യക്ഷന്റെ ക്വാളിഫിക്കേഷൻ എന്താ? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പൊ ആരാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പരമോന്നത നിയമപരമായ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12 രൂപീകരിച്ചത്. ഇനി ന്യൂഡൽഹിയിലെ മാനവാധികാർ ഭവനാണ് ആസ്ഥാനം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ 6 പേരാണെന്ന് അംഗങ്ങളായിട്ടുള്ളത്. അപ്പൊ അതിൽ ഒരു ചെയർമാനും 5 പൂർണ്ണ സമയ അംഗങ്ങളും, അതായത് ഫുൾ ടൈം മെമ്പേഴ്സ് 5 പേരുണ്ട്. അതുപോലെ ഒരു ചെയർമാൻ ഉണ്ട്. അപ്പൊ 6 പേരുണ്ട്. പിന്നെ കൂടാതെ ഒരു 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. അപ്പം 7 എക്സ് ഒഫീഷ്യോ മെമ്പർമാരും കൂടെ ചേർത്ത് മൊത്തം 13 പേരാണ് ആകെ ഉള്ളത്. അതിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ സമയമായിട്ടുള്ള അംഗങ്ങൾ 5 പേരാണ്. പിന്നെ ചെയർമാനും. ഇനി യോഗ്യത നേരത്തെ പറഞ്ഞല്ലോ, വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. പിന്നെ ഇവരെ സെലക്ട് ചെയ്യാൻ, ഈ മെമ്പർമാരെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ കമ്മിറ്റി, അതിൽ പ്രധാനമന്ത്രി തലവനായ 6 അംഗ സമിതിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പം ഒരു 6 മെമ്പർ കമ്മിറ്റീന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇനി കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിലെ ചെയർമാൻ 2026 ഇപ്പൊ ആരാ? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ ദിനം ആയിട്ട് ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് ഡിസംബർ 10. അപ്പം ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനായി പ്രവർത്തിക്കുന്ന സംസ്ഥാനതല കമ്മീഷനാണിത്. രൂപീകരിച്ചത് എപ്പോഴാണ്? 1998 ഡിസംബർ 11 ആസ്ഥാനം തിരുവനന്തപുരത്താണ്.
ഇതിന്റെ ഘടന എങ്ങനെ വരുന്നത്? ഒരു ചെയർമാനും 2 അംഗങ്ങളും. അപ്പൊ മൊത്തം 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. യോഗ്യത, ചെയർമാന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതിയിൽ വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ്. ഇനി ഇവരെ ആരാണ് നിയമിക്കുന്നത്? മുഖ്യമന്ത്രി തലവനായിട്ടുള്ള ഒരു സമിതിയുടെ ശുപാർശ പ്രകാരം ഗവർണറാണ് നിയമിക്കുന്നത്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി. ആദ്യ ചെയർമാൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതുപിള്ളയാണ്. MM പരീതുപിള്ള. നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേട്ടോ. അപ്പൊ ഇത് ഓർത്തിരിക്കാം. ഇനി ഈ രണ്ടും, ഈ പറഞ്ഞ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും എന്തല്ല? ഭരണഘടനാ സ്ഥാപനങ്ങളല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഇനി ഈ കമ്മീഷനുകൾക്ക് സിവിൽ കോടതിയുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷന് അധികാരമില്ല. അതുപോലെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയും ഗവർണർ ആണെങ്കിലും അവരെ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. അതായത് സംസ്ഥാന തലത്തിൽ ഗവർണറാണ് നിയമിക്കുന്നത്, പക്ഷെ നീക്കം ചെയ്യണമെങ്കിൽ ആരുടെ ഉത്തരവ് വേണം? പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അടുത്തത് മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. 1993 അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് കേന്ദ്രത്തിലും അതുപോലെ തന്നെ കേരളത്തിലും സംസ്ഥാനങ്ങളിലും ഈ മനുഷ്യാവകാശ കമ്മീഷനും മറ്റു കോടതികളും ഒക്കെ സ്ഥാപിച്ച് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, മനുഷ്യാവകാശമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോടതികൾ കേട്ടോ. അപ്പം 1993 സെപ്റ്റംബർ 28 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. 1993 സെപ്റ്റംബർ 28. ഇനി ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് മേ ബി ചോദിക്കാം, ഓർത്തിരിക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പൊ ഈ നിയമത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എത്ര കാലമാണ് ഇവരുടെ ടെന്യൂർ അല്ലെങ്കിൽ ആരാണ് ഇവരെ നിയമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നിയമത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, എൻക്വയറി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇനി അടുത്തത് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. അപ്പൊ കോർട്ട് പ്രൊസീജിയേഴ്സിലും ഇവർക്ക് കക്ഷി ചേരാൻ പറ്റും. ഇനി ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പൊ അവിടെ ജയിൽ പുള്ളികളാണെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിലാണെങ്കിലും അവിടെ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് ആൻഡ് റൈറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പരിഷ്കരിക്കാനുള്ള എന്തെങ്കിലും പോളിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ ആർക്കാണ് ചുമതല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ചുമതലയുള്ളത്. അതുപോലെ തന്നെ മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. ഈ മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങൾ ഇവരായിട്ട് ഓൾറെഡി കൊണ്ടുവച്ചിട്ടുള്ള കുറെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അതിന് കാര്യങ്ങൾ ഇതുവരെയുള്ള റിസൾട്ട് ഒക്കെ നല്ലതാണോ, നല്ല രീതിയിൽ അത് പോകുന്നുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്കതിന് ഇംപ്രൂവ് ചെയ്യാം, ഈ പരിരക്ഷാ സംവിധാനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങളും അതിന് വേണ്ട റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്നതും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. ഇനി മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. ഇന്റർനാഷണൽ ലെവലിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള കരാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ വിശകലനം ചെയ്തിട്ട് നമ്മുടെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ നടപടികൾ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അപ്പൊ പോലീസുകാരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ബ്യൂറോക്രാറ്റ്സോ പബ്ലിക് ഒഫീഷ്യൽസോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അതിനെ പരിശോധിച്ച് അവർക്കെതിരെ നടപടികൾ എടുക്കാനും ഒക്കെ ആർക്കാണ് അധികാരം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അധികാരമുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വിവരാവകാശ കമ്മീഷനെ പറ്റി നോക്കാം. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഉയർന്ന ജുഡീഷ്യൽ പദവിയുള്ള ഒരു നിയമപരമായ ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. 2005 ഒക്ടോബർ 12 രൂപീകരിച്ചത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. CIC ഭവൻ, ന്യൂഡൽഹിയിലെ CIC ഭവനിലാണ്. ഇനി ഇതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്?
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും. അപ്പൊ പരമാവധി 11 പേരാണ് ഉണ്ടാവുക. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും. നിയമനം ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ആരുടെ റെക്കമെൻഡേഷനിൽ? പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സമിതി. അപ്പൊ ഇവര് 3 പേര് അടങ്ങിയ ഒരു കമ്മിറ്റിന്റെ ശുപാർശ പ്രകാരം, റെക്കമെൻഡേഷൻ പ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കാലാവധി ആദ്യം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധിയായിരുന്നു. ഇപ്പം 2019 ഭേദഗതി പ്രകാരം അത് 3 വർഷമായിട്ടുണ്ട്. അപ്പം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി ഇപ്പം ഇല്ല, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നാണ് ഇപ്പോഴത്തെ കാലാവധി. ഇനി ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ആദ്യ വനിതാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? ദീപക് സന്ധു. 4ാമത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു ദീപക് സന്ധു. അവരാണ് ആദ്യത്തെ വനിതാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. നിലവിൽ ആരാണ്? രാജ്കുമാർ ഗോയൽ കേട്ടോ. രാജ്കുമാർ ഗോയലാണ് നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് ഓർത്തിരിക്കുക. അടുത്തത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപ്പൊ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ വിവരാവകാശ നിയമപ്രകാരം പൊതു അധികാരികളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന ബോഡിയാണിത്. രൂപീകരിച്ചത് എപ്പോഴാണ്? 2005 ഡിസംബർ 19-നാണ്. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇനി ഇതിന്റെ ഘടന എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, പിന്നെ പരമാവധി 10 കൂടാത്ത കമ്മീഷണർമാരും. നിലവിൽ കേരളത്തിൽ 5 പേരാണുള്ളത്. അപ്പം ഒരു സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരും 10 കൂടാത്ത കമ്മീഷണർമാരുമാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് നിയമിക്കുന്നത്. റെക്കമെൻഡേഷൻ കമ്മിറ്റി ആരൊക്കെയുണ്ട്? മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ സമിതിയുടെ ശുപാർശ പ്രകാരം ഗവർണറാണ് നിയമിക്കുന്നത് ഇവരെയൊക്കെ. ഇനി കാലാവധി ഇപ്പം നിലവിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയാണ് കാലാവധി. ഇനി കേരള സംസ്ഥാനത്തിലെ ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. നിലവിലെ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരി നായരാണ് കേട്ടോ. വി ഹരി നായർ. പിന്നെ കുറച്ച് അഡീഷണൽ ഫാക്ട്സ് ആണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ് 1766. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം? പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. പ്രാബല്യത്തിൽ വന്നത് ഒക്ടോബർ 12-നാണ് കേട്ടോ. ഇനി വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് 1977. അപ്പൊ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തമിഴ്നാട്. ഇനി സാധാരണയായി അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനകം മറുപടി നൽകണം? 30 ദിവസത്തിനകം. ആൻഡ് ഈ അപേക്ഷ നമ്മൾ ആർക്കാണ് നൽകുന്നത്? അതായത് സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനാണ് കേട്ടോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ PIOസിനാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുക. ഇനി അവരല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് വേറെ ആർക്കാണ് അപേക്ഷ കൊടുക്കുക? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കാണ്. അപ്പൊ അസിസ്റ്റന്റ് ഓഫീസർക്കാണ് നമ്മൾ നൽകുന്നതെങ്കിൽ 35 ദിവസത്തിനകമാണ് നമുക്ക് മറുപടി ലഭിക്കേണ്ടത്. അപ്പം PIOക്ക് ആണെങ്കിൽ 30 ദിവസത്തിനകം മറുപടി ലഭിക്കണം. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 35 ദിവസത്തിനകം ലഭിക്കണം. ഇനി വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും ലൈഫ് ആൻഡ് ലിബർട്ടിനെ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കണം. വിവരങ്ങൾ നൽകാൻ വൈകുന്ന ഉദ്യോഗസ്ഥന് മേൽ ചുമത്താവുന്ന പരമാവധി പിഴ എത്രയാണ്? 25,000 രൂപ വരെയാണ് കേട്ടോ. അപ്പൊ പ്രതിദിനം 250 രൂപ വെച്ച് അങ്ങനെയാണ് ഫൈൻ പോകുന്നത്. അങ്ങനെ മാക്സിമം 25,000 രൂപ വരെ ആ ഉദ്യോഗസ്ഥന്റെ മേൽ പിഴ ചുമത്താൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഇത് SCRT-യിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഈ MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഒക്കെ PYQ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ഏതാണ്? 1990-ൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തെഹസിൽ എന്ന പിന്നാക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, ചെറിയ ഡാമുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന സംശയത്താലായിരുന്നു ഇത്. MKSSന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2005-ൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. MKSS അതുപോലെ തന്നെ രാജസ്ഥാനിലാണ് ഇതിന്റെ സ്ഥലം എന്ന് ഓർത്തിരിക്കുക. ഇനി വിവരാവകാശ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. 2005 ഒക്ടോബർ 12-ന് വന്നു. അതുപോലെ വിവരങ്ങൾ 30 ദിവസത്തിനകം നൽകണം.
ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനകം നൽകണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നു. പിന്നെ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ജനാധിപത്യത്തിലെ സുതാര്യത വേണം. അപ്പം അഴിമതി കുറയ്ക്കാനും ആ സുതാര്യത കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ പറഞ്ഞു പോവാം. കാരണം അതിന് അത്യാവശ്യം ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിലും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പം ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരാണ് ഇവരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. കാലാവധി എന്ന് പറയുമ്പം 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിനെ നീക്കം ചെയ്യണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുണ്ടാവും. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരല്ല കേട്ടോ. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ, നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ ഏജൻസ് ആയിട്ട് വരുന്ന ആളുകളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ. അപ്പം നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? എ കൗശികനാണ്. ഈ കൗശികൻ IAS ആണ്. പക്ഷെ അദ്ദേഹം അല്ല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അദ്ദേഹം അല്ല. അപ്പൊ അത് ഓർത്തിരിക്കാതെ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇനി ഇത് PYQ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എവിടെയാണ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്? അപ്പൊ 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക, പറവൂർ മണ്ഡലം കേട്ടോ. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക, അതുപോലെ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. ഇനി പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. അപ്പൊ ഏതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, അവർക്കൊക്കെ എന്തൊക്കെ എംബ്ലം കൊടുക്കണം എന്നുള്ളതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യേണ്ടത്. ഇനി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികളിൽ സ്വീകരിക്കലും. അപ്പൊ ഇതെല്ലാം ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജനപ്രാതിനിധ്യ നിയമം. 1950 ഉണ്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, 51 ഉണ്ട്. 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ എന്താ പറയുന്നത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ എന്തൊക്കെയാണ്? അതായത് ഒരു ഇലക്ഷൻ നടത്താനുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെ ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്, അതിന്റെ അതിർത്തി, ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ ഇതിന്റെ കീഴിലാണ് വരിക. അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുക. അപ്പം ഇലക്ഷൻ നടത്താനുള്ള മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ പറയണേ. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലോ ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ ഇവിടെ എന്താണ്? ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ നടന്ന ആ തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അത് വ്യവസ്ഥ ചെയ്യുക. അപ്പൊ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്? ഇലക്ഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളാണ് 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ പറയുന്നത്. 1950 ഇലക്ഷൻ നടത്താനുള്ള കാര്യങ്ങളും അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും കാര്യമാണ് ഇവിടെ പറഞ്ഞത് അല്ലെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യമാണ് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അതായത് പഞ്ചായത്തുകൾ, പിന്നെ മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അവിടേക്കൊക്കെയുള്ള ഇലക്ഷനെ അപ്പൊ ആരാണ് നോക്കുന്നത് അല്ലെ? അതിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാ ഉൾപ്പെടുന്നത്?
അതൊക്കെ നമ്മുടെ നഗരപാലിക ആക്ടിലും അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് ആക്ടും ഉണ്ടല്ലോ, 73ഉം 74ഉം ഭേദഗതി, അതിലാണ് വരുന്നത്. അപ്പോ അവിടെ ഈ ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ, 243K, 243ZA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ 3 ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. അതുപോലെ ഇപ്പോഴത്തെ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് അല്ലെ. ഇപ്പോഴത്തെ ജ്ഞാനേഷ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. എവിടത്തെ? കേന്ദ്രത്തിലെ. സംസ്ഥാനത്തിലെയോ? ഷാജഹാൻ ആയിരുന്നു, അദ്ദേഹം റിട്ടയർ ആയി. അപ്പൊ പുതിയ ആളെ, പുതിയൊരു നിയമനം ഉടനെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു നിയമം ഈ ഒരു എക്സാമിന് എന്തായാലും അത് വരാൻ സാധ്യതയില്ല. പക്ഷെ പുതിയതായിട്ട് നിയമനം വന്നു കഴിയുമ്പം ആരാണ് പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഫസ്റ്റ് ചെയർപേഴ്സൺ, കറന്റ് ചെയർപേഴ്സൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാതും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 324 പ്രകാരം വന്നിട്ടുള്ളതാണ്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് 1950. ഫസ്റ്റ് ചെയർപേഴ്സൺ സുകുമാർ സെൻ ആണ്. കറന്റ് ചെയർപേഴ്സൺ ജ്ഞാനേഷ് കുമാർ. അതുപോലെ തന്നെ ഏതാണ്? ഫിനാൻസ് കമ്മീഷണർ ചോദിക്കാറുണ്ട്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 280 ആണ്. 1951 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കറന്റ് ചെയർപേഴ്സൺ ആരാണെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അരവിന്ദ് പനഗരിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഫസ്റ്റ് ചെയർപേഴ്സൺ KC നിയോഗി. ഇനി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരാമണിയാണ് കറന്റ് ചെയർപേഴ്സൺ. ആർട്ടിക്കിൾ 76 പ്രകാരം 1950 നിലവിൽ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ എന്തായാലും. അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഇതൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പ്രകാരം അല്ലെങ്കിൽ നിയമത്തിന്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഏത് നിയമത്തിന്റെ പ്രകാരമാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. അത് പ്രകാരമാണ് നിലവിൽ വന്നത്. 1993 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ഹെഡ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു. കറന്റ് ഹെഡ് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യം ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ RTI ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇൻഫർമേഷൻ കമ്മീഷണർ ആണ്. 2005 RTI ആക്ട് വരുന്നത്. 2005 തന്നെയാണ് ഇൻഫർമേഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആദ്യത്തെ ഹെഡ് ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. കറന്റ് ഹെഡ് രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. ഇനി RBI ഗവർണർ ആരാ? നിലവില് സഞ്ജയ് മൽഹോത്രയാണ്. RBI ആക്ട് പ്രകാരം 1935 RBI ആക്ട് പ്രകാരമാണ് നിലവിൽ വരുന്നത്. 1935 RBI എന്തായത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കറന്റ് ചെയർമാൻ നമ്മൾ പറഞ്ഞു ഷാജഹാൻ ആയിരുന്നു, റിട്ടയർഡ് ആയി. ഇനിയിപ്പോ പുതിയ നിയമനം ഉണ്ടാവും. ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? MSK രാമസ്വാമി ആയിരുന്നു. ആർട്ടിക്കിൾ 243K പ്രകാരമാണ് നിലവിൽ വന്നത്. 1993 എസ്റ്റാബ്ലിഷ് ആയത്. അതുപോലെ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് 1998 അതുപോലെ കറന്റ് ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. ഇനി കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ RTI ആക്ട് പ്രകാരം 2005 നിലവിൽ വന്നത്. ഫസ്റ്റ് ചെയർപേഴ്സൺ പാലാട്ട് മോഹൻദാസ്. ഇപ്പൊ കറന്റ് ചെയർപേഴ്സൺ V ഹരി നായർ. ഇനി കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. കറന്റ് ചെയർപേഴ്സൺ ആരാന്നുള്ളത് ഓർത്തിരിക്കുക. അഡ്വക്കേറ്റ് P സതീദേവി. ഫസ്റ്റ് ചെയർപേഴ്സൺ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. B സുഗതകുമാരിയാണ്, കവിയത്രി. അപ്പം ഇതിന്റെ എനേബിളിംഗ് ആക്ട് എന്ന് പറയുന്നത് കേരള വുമൻസ് കമ്മീഷൻ ആക്ട് 1991 നിലവിൽ വന്നത് 1996. ഇതുകൂടാതെ ബാക്കി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി PYQs നോക്കാം. 2026-25 തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ റീസെന്റ് ചോദിച്ച ചോദ്യങ്ങൾ. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എണ്ണം എത്രയാണ്? 6 അല്ലേ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി, പക്ഷെ ഇവിടെ ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ USSRൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ DPSP ബോറോ ചെയ്തിട്ടുള്ളത് അയർലാൻഡിൽ നിന്നാണ്. ബാക്കി അതുപോലെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇതിപ്പം സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ബൈഹാർട്ട് ഇത് മുഴുവൻ പഠിക്കേണ്ട. പക്ഷെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഇത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഏരിയ എവിടെ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ കാര്യങ്ങളും ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 10th ലെവലിന് അതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലോണം പഠിക്കുക, ബാക്കി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ ചോദിക്കാറുണ്ട്. പാർലമെന്ററി സമ്പ്രദായം, അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, അടിയന്തരാവസ്ഥ കാലത്തെ മൗലികാവകാശങ്ങളുടെ റദ്ദാക്കൽ, അതൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ തൽക്കാലം ഈ 3 എന്തായാലും പഠിച്ചു വയ്ക്കുക, ബാക്കിയൊക്കെ വായിച്ചിരിക്കുക കേട്ടോ. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്, മൗലിക അവകാശങ്ങൾ അമേരിക്ക. ഇനി അടുത്ത ചോദ്യം, ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? അപ്പൊ ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്? വകുപ്പ് 324. നേരത്തെ നമ്മൾ വായിച്ചതാണ്. 324 പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണഘടന എന്താക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആക്കിയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇനി പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ? മൗലിക ചുമതലകൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 42ാം ഭേദഗതിയിലാണ് നമ്മളിത് കൂട്ടിച്ചേർത്തത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പാർലമെന്റ് നിയമസഭാംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതിയല്ലേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ? കാരണം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇന്ത്യൻ കമ്മീഷൻ അല്ല. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്താൽ ഇതിൽ ബാക്കി 3 ഓപ്ഷനിലും 4 ഉണ്ട് കണ്ടോ. ഇത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ C ആണ് കറക്റ്റ് എന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത്? അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സംബന്ധിച്ച്, വ്യക്തിത്വ വികസനത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ, ഒരു പൗരസമൂഹ ജീവിതത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും ഉചിതം? നമ്മൾ പറഞ്ഞു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, മൗലികാവകാശത്തിനെ അഷ്വർ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും ആരാണ്? ഭരണഘടനയാണ്. അപ്പൊ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഏതാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ, പ്രാദേശിക ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തൽ. അപ്പൊ അതല്ലേ നമ്മളിപ്പോ തന്നെ പറഞ്ഞതല്ലേ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, സംസ്ഥാന കമ്മീഷനാണ് പ്രാദേശിക ഗവൺമെന്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ ഓപ്ഷൻ D ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഏതാണ്? ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചെയ്യുന്നത്, അത് ക്ലെയിം ചെയ്യാണ്. അപ്പൊ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക എന്ന് പറയുമ്പം ഭരണകൂടം അതിന്റെ അധികാരം എന്ത് ചെയ്യുക? എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ജനങ്ങളുടെ മേല് അവരുടെ അധികാരം ഓവറായിട്ട് ഇമ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഭരണകൂടത്തിന്റെ അധികാരത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഇനി കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, അതും കറക്റ്റ് ആണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ D ആണ് കേട്ടോ. 1, 2, 3 മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ അവകാശങ്ങൾ ആർക്കൊക്കെ ലഭിക്കുന്നു എന്നൊന്ന് നോക്കാം കേട്ടോ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 15, 16, 19, 29, 30 തുടങ്ങിയവ. ഇനി പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ലഭിക്കുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി ഒക്കെ, നിയമത്തിന് മുന്നിലെ തുല്യത ആർട്ടിക്കിൾ 14, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 20, 21, 21A റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതുപോലെ 22, 23, 24, 25, 26, 27, 28. അപ്പൊ ഇത്രയും അനുച്ഛേദങ്ങൾ പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ
ലഭിക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് എക്സ്ട്രാ റീഡ് ചെയ്ത് പോവുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ PDF കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ മുന്നേ നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞതുകൊണ്ട് ഞാനിത് ഓരോന്നും എടുത്ത് വായിക്കുന്നില്ല. PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതൊന്ന് വായിച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുന്നത്? അപ്പൊ സ്വത്തവകാശം ആദ്യം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 F-ലായിരുന്നു പെടുന്നുണ്ടായിരുന്നത് അല്ലെ. അതിൽ നിന്ന് മാറ്റിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ആർട്ടിക്കിൾ 300A ഇപ്പൊ സ്വത്തവകാശത്തിന് വെച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല അല്ലെ. ഇപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആർട്ടിക്കിൾ 300A അത് കിടക്കുന്നത്. ഇനി മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഏത് ഭാഗത്താണ്? 4A അല്ലെ, പാർട്ട് 4A വരുന്നത്. ഇനി വിവരാവകാശ കമ്മീഷന്റെ ഘടന ഏതാണ്? ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. വിവരാവകാശ കമ്മീഷന്റെ ഘടന ഓപ്ഷൻ സിയിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ വി ഹരിനായരാണ് അല്ലെ. വി ഹരിനായരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. അതെ, ശരിയാണ്, ഉണ്ടായിരുന്നില്ല. പിന്നീടല്ലേ കൂട്ടിച്ചേർത്തത്? സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് ശരിയാണോ? അല്ല. നമ്മൾ പഠിച്ചു സ്വരൺ സിംഗ് കമ്മിറ്റിന്റെ ശുപാർശ പ്രകാരമാണ്. ഇനി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തത്. അപ്പൊ അതും ശരിയാണ് അല്ലെ. 10 ചുമതലകളാണ് ആദ്യം കൂട്ടിച്ചേർത്തത്. പിന്നീട് 2002 86ാം ഭേദഗതിയിലാണ് 11ാമത്തെ ചുമതല കൂട്ടിച്ചേർത്തത്. അപ്പം 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അപ്പൊ ദേശീയ ഗീതമാണ്, ഗാനമല്ല. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഹിന്ദിയാണോ? അല്ല, സംസ്കൃതം കലർന്ന ബംഗാളി ഭാഷയാണ് അല്ലെ. സംസ്കൃതം കലർന്ന ബംഗാളി ഭാഷയിലാണ്. ഇനി ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അപ്പൊ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അതും ശരിയാണ്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. അത് ശരിയാണോ? ഡിസംബർ 10 എന്താണ്? മനുഷ്യാവകാശ ദിനമാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ ദിനമാണ്. പക്ഷെ 1999 ഒക്ടോബർ 12 ആദ്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം അല്ലെ. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ഇനി ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇതിൽ ഏതാണ് പെടാത്തത്? 4 അല്ലെ. കാരണം 4 ഇതിലാ വരുന്നത്? ആർട്ടിക്കിൾ 30 വരുന്നത്. അപ്പൊ അതാണ് ഇതിൽ പെടാത്തത് കേട്ടോ. ഇനി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. നമ്മൾ പഠിച്ചു MKSS അല്ലെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇനി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഈ 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1, 2, 3 ശരിയാണ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കോയിൻസിഡൻസ് ശ്രദ്ധിച്ചോ? ഇവിടെ ഒക്ടോബർ 12 അല്ലെ വിവരാവകാശ കമ്മീഷന്റെ ഡേറ്റ്. ഒക്ടോബർ 12 അതുപോലെ തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഡിസംബർ 10 അല്ല, ഒക്ടോബർ 12 നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നതും ഒക്ടോബർ 12 ഇയർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതൊരു കോയിൻസിഡൻസ് ആണ്. അതുപോലെ വേറൊരു കോയിൻസിഡൻസ് കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ ആവട്ടെ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ. ഇനി ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു?
കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ദേശീയ ഗാനവും ആലപിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വേറെ കോയിൻസിഡൻസ്. 1911 കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് ദേശീയ ഗാനം ജനഗണമന 1911. അതുപോലെ തന്നെ 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിക്കുന്നത്. അപ്പം 1896 കൽക്കത്തയിൽ ദേശീയ ഗീതം, 1911 കൽക്കത്തയിൽ ദേശീയ ഗാനം. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. ഇനി ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഏത് ലിപിയിലാണ്? ദേവനാഗരിയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? കടുവ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏതാണ്? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാ? പിംഗലി വെങ്കയ്യ. നമ്മൾ വായിച്ചതാണ് ഇതൊക്കെ SCRT-യിൽ. ഇനി താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? അപ്പൊ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. ആണോ? അല്ല, 52 സെക്കൻഡ് ആണ്. ചുരുക്കി പാടാനാണെങ്കിലോ 20 സെക്കൻഡ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. അപ്പൊ പകുതി ഇത് ശരിയാണ്, നമുക്കറിയാവുന്ന അത്രയും ശരിയാണ്. ഇനി ആലപിച്ചത് മാലിനി ചൗധരിയാണോ? അല്ല, സരള ദേവി ചൗധരാണിയാണ് ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പം ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് മാലിനി ചൗധരാണി അല്ല, സരള ദേവി ചൗധരാണിയാണ്. അതുപോലെ തന്നെ നമ്മളെ ദേശീയ ഗീതം ഉണ്ടല്ലോ, ഏതാണ്? വന്ദേ മാതരം. അത് ആരായിരുന്നു ആദ്യമായിട്ട് ആലപിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഇനി നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആണോ? അല്ല, ദേശീയ ഗീതമാണ് അത്. ദേശീയ ഗാനം ജനഗണമന രവീന്ദ്രനാഥ ടാഗോറിന്റെ ആണ്. അപ്പൊ ഇത് മൂന്നും തെറ്റാണ്. തെറ്റായ പ്രസ്താവനയിലെ നമ്മളോട് ചോദിച്ചേക്കണേ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം തെറ്റാണ്. ഇനി വീണ്ടും ദേശീയ ഗീതം രചിച്ചത് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 കേട്ടോ. ജൂലൈ 22. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതം വീണ്ടും റിപ്പീറ്റ് അല്ലേ? ആരായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ഇതൊരു വേറെ റയർ ക്വസ്റ്റ്യൻ ആണ്. ആഡഡ് ഫാക്ട് പോലെ ഞാൻ ഇട്ടതാണ്. ഇതും 1-2 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24 അന്ന് തന്നെയാണ് നമ്മുടെ വന്ദേ മാതരത്തിനെ ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത് അല്ലെ? ഇനി അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഒന്നും നോക്കണ്ട, കണ്ണു അടച്ചു കുത്തിക്കോ. കൽക്കത്ത 1896 കൽക്കത്ത സമ്മേളനം. ഇയറും കൂടെ നോക്കണേ കണ്ണടയ്ക്കുന്നതിന് മുമ്പ്. അപ്പൊ അതാണ് വരുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. ഉണ്ടല്ലേ? അതും ശരിയാണ്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ആണോ? അല്ല. 1950 ജനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. അപ്പൊ 3 തെറ്റാണ്. അപ്പൊ അത് ഇവിടെ ഈ ഓപ്ഷനിൽ നോക്കുമ്പോൾ 3 മാത്രം എന്നുള്ളതാണ്. ഒന്ന് ഓൾറെഡി നമ്മൾ ശരിയാണെന്ന് പറഞ്ഞല്ലോ. ബാക്കി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഓപ്ഷൻ സി 3 മാത്രമാണ്. ഇനി സാരനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നോക്കുമ്പോൾ ഇത് രണ്ടിലും ഇല്ല. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം അല്ലെ? ഇതുമല്ല. ഒന്നെന്തായാലും ശരിയാണ്. ഇനി സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ പ്രസ്താവന ശരിയാണോ?
കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശരിയാണ്. പക്ഷെ സംസ്ഥാന നിയമസഭയിലേക്ക്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇലക്ഷൻ നടത്തുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? അപ്പൊ ഇത് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1ഉം 3ഉം. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരം കിട്ടി അല്ലെ? ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ഏതാണ് വർഷം? 2008 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി താമരയുടെ ശാസ്ത്രീയ നാമം എന്ത്? എന്താണ്? നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞായിരുന്നു, നെലംബോ ന്യൂസിഫറ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അതത് സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കല്ലേ നമ്മൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ, ചീഫായിട്ടുള്ള ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹം 30 ദിവസത്തിനകം മറുപടി തരണം. ഇനി അസിസ്റ്റന്റ് ആണെങ്കിൽ അദ്ദേഹം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അത് കൈമാറി ശേഷം 35 ദിവസത്തിനുള്ളിൽ നമുക്ക്, ശേഷമല്ല, അതായത് ആ കൈമാറുന്ന ദിവസം കൂടെ കൂട്ടിയിട്ട് മൊത്തം 35 ദിവസത്തിനകം നമുക്ക് മറുപടി ലഭിക്കണം. നമ്മൾ കമ്മീഷനെ പറ്റി പഠിക്കുമ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ പറ്റിയൊക്കെ പഠിക്കുമെങ്കിലും നമ്മൾ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? അതത് സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ കൊടുക്കുന്നത് ആ സ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. ഇനി ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ അല്ലെ? ഇനി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിനെ പറ്റിയിട്ടാണ് അല്ലെ? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് അതിൽ വരുന്നത്. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 21ാം അനുച്ഛേദമാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട VYQs നമ്മൾ നോക്കി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ആ ഒരു ഏരിയാസ് നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്ലൈഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ കൂടുതലും. അപ്പോൾ അങ്ങനെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ എക്സാംസിന് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസോ ക്വയറീസോ വേറെ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.